അങ്ങനെ പവനായി ശവമായി. നാടോടിക്കാറ്റിലെ തിലങ്കൻ്റെ അനന്തൻ നമ്പ്യാർ ഈ ഡയലോഗ് പറയുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ചിരിച്ചു. ഇന്നും ചിരിക്കുന്നു. വന്നിറങ്ങുമ്പോൾ മുതൽ ടവറിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത് വരെ പവനായി എന്ന പ്രൊഫഷണൽ കില്ലറിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് അതിന് കാരണം. മലയാളികൾ അന്നുവരെ കാണാത്ത ഒരു ക്യാപ്റ്റൻ രാജുവിനെയായിരുന്നു നാടോടിക്കാറ്റിൽ നമ്മൾ കണ്ടത്. അതിനാൽ തന്നെയാണ് ആ കഥാപാത്രത്തിന് ഒരു ഐക്കോണിക് സ്വഭാവവും ലഭിച്ചത്. മലയാളത്തിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ രാജു വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 6 വർഷം തികയുന്നു. പവനായി എന്ന പ്രൊഫഷണൽ കില്ലർ കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ക്യാപ്റ്റൻ രാജു? അല്ല. താരാദാസിനെ എതിർക്കുന്ന സത്യസന്ധനായ രാജേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും ബൽറാമിനൊത്ത വില്ലനായ സത്യരാജിനെയും വടക്കൻ പാട്ടുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ അരിങ്ങോടരെയും എല്ലാം അദ്ദേഹം തിരശ്ശേരിയിൽ അവതരിപ്പിച്ചു. 21ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ആർമിയിലാണ് രാജു ഡാനിയൽ എന്ന ക്യാപ്റ്റൻ രാജു തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. 5 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം സൈന്യത്തിൽ നിന്നും വിരമിച്ചു. പിന്നീട് കുറച്ചു കാലം മുംബൈയിലെ ലക്ഷ്മി സ്റ്റാർച്ച് എന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്തു. ഈ കാലയളവിൽ നിരവധി അമേച്വർ നാടക സംഘങ്ങളിൽ അഭിനയിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. പിന്നീടാണ് ക്യാപ്റ്റൻ രാജു ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. 1981-ലാണ് രാജു ഭാഗമാകുന്ന ആദ്യ ചിത്രം റിലീസ് ചെയ്യുന്നത്, രക്തം. എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്യുന്ന അതിരാത്രത്തിലൂടെയാണ് അദ്ദേഹത്തെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചിത്രത്തിൽ രാജേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലാണ് അദ്ദേഹം എത്തിയത്. കുറച്ച് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മമ്മൂട്ടി IV ശശി ചിത്രം വന്നതോടെ ക്യാപ്റ്റൻ രാജുവിന് ഒരു പുതിയ മുഖം ലഭിക്കുകയായിരുന്നു, ആവനാഴി. ഒരു മികച്ച നായകൻ ജനിക്കണമെങ്കിൽ അയാൾക്കൊത്ത മികച്ച വില്ലനും ഉണ്ടാകണം. ആവനാഴിയിലെ ബൽറാമിനെ കൂടുതൽ ശക്തനാക്കുന്നത് അയാൾക്കൊത്ത വില്ലനായിരുന്നു, സത്യരാജ്. അതുവരെ മലയാളികൾ കണ്ടിരുന്ന വില്ലന്മാരെ പോലെ ആയിരുന്നില്ല സത്യരാജ്. ബൽറാമിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അയാൾക്കൊരു ഹീറോയിക് പരിവേഷമുണ്ടായിരുന്നു. സത്യരാജിൻ്റെ ആ ഹീറോയിക് പരിവേഷം തന്നെയാണ് ബൽറാം എന്ന നായകനെ ശക്തനാക്കിയത്. ആ സിനിമയിലൂടെ ക്യാപ്റ്റൻ രാജു എന്ന വില്ലനെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരു പിടി ശക്തമായ പ്രതിനായക കഥാപാത്രങ്ങൾ ക്യാപ്റ്റൻ രാജുവിൽ നിന്ന് ഉണ്ടായി. ക്യാപ്റ്റൻ രാജുവിനെ സ്ക്രീനിൽ കണ്ടാൽ തന്നെ പ്രേക്ഷകർ ഭയക്കാൻ തുടങ്ങിയ നാളുകളിലാണ് പവനായി വന്നത്. ആ CIDകളെ ജീവനോടെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കിനി രക്ഷയില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായെ കൊണ്ടുവരിക. ജോണി നൽകുന്ന ഈ ഇൻട്രോയ്ക്ക് ശേഷം അയാൾ കടന്നു വരികയാണ്. കറുത്ത ജാക്കറ്റും തൊപ്പിയും വായിലൊരു സിഗാറും കയ്യിലൊരു പെട്ടിയുമൊക്കെയായി. പവനായി കാഞ്ഞങ്ങാടുകാരനാണെന്നും ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണെന്നും പറയുന്നിടത്ത് അയാൾ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ തുടങ്ങും. ദാസനെയും വിജയനെയും കൊല്ലാൻ നോക്കി മാനം പോയ ആ പ്രൊഫഷണൽ കില്ലർ പെട്ടി തുറന്ന് മെഷീൻ ഗണ്ണ് മുതൽ മലപ്പുറം കത്തി വരെയുള്ള തൻ്റെ ആയുധങ്ങളും തുറന്നു കാട്ടുന്നുണ്ട്. അതിന് വിജയൻ്റെ പ്രതികരണമാകട്ടെ, എടാ ദാസ ഏതായി അലവലാതി എന്നാണ്. അവിടെയും പതരാതെ, ലുക്ക് മിസ്റ്റർ, ഐ ആം നോട്ട് ആൻ അലവലാതി, ഐ ആം പവനായി എന്ന് ക്യാപ്റ്റൻ രാജു മറുപടി കൊടുക്കുമെന്ന് പ്രേക്ഷകർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. വില്ലനായി മാത്രം തിളങ്ങി നിന്ന രാജുവിൻ്റെ ആ പ്രൊഫഷണൽ കില്ലർ പ്രേക്ഷകർക്കൊരു പുതുമയായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ രാജു വീണ്ടും ഒരു പ്രൊഫഷണൽ കില്ലറുടെ വേഷമണിഞ്ഞു. ഇക്കുറി അയാളെ കണ്ട പ്രേക്ഷകർ ചിരിച്ചില്ല, പകരം ഞെട്ടി, അല്പം ഭയന്നു. ആ വാടക കൊലയാളി ഓഗസ്റ്റ് 1-ന് മുഖ്യമന്ത്രിയെ കൊല്ലാൻ കരാർ ഏറ്റെടുത്തു കഴിഞ്ഞ് പിന്നെ നടന്നത് ചരിത്രം. ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ വലിയ ഡയലോഗുകളുടെയോ കൊമ്പൻ മീശയുടെയോ എന്തിന് ഒരു പേരിൻ്റെ പോലും ആവശ്യമില്ലെന്ന് അയാൾ തെളിയിച്ചു. അയാൾ മുഖ്യമന്ത്രിയെ കൊല്ലുമോ എന്ന ഭീതി പ്രേക്ഷകരെ ഉള്ളിൽ കൊണ്ടുവരാൻ ക്യാപ്റ്റന് വേണ്ടി വന്നത് ചില നോട്ടങ്ങൾ മാത്രമാണ്. ചിരിപ്പിച്ച പവനായി ആയിരുന്നില്ല ആ അൺനോൺ എന്നതാണ് ക്യാപ്റ്റൻ്റെ വിജയവും. പിന്നാലെ 101 കളരിക്ക് ആശാനായ ആനയെ മയക്കുന്ന വീരൻ അരിങ്ങോടരായി അദ്ദേഹം എത്തി. അരിങ്ങോടർക്ക് മയക്കുവിദ്യയൊന്നുമില്ലെന്ന് മനസ്സിലായല്ലോ. ഒരു വടക്കൻ വീരഗാഥയിൽ ക്യാപ്റ്റൻ രാജു ഭാഗമായപ്പോൾ അത് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ മികച്ച പെർഫോമൻസുകളൊന്നായി മാറി. MTയുടെ തിരക്കഥയിൽ നമ്മൾ കണ്ടത് വടക്കൻ പാട്ടുകൾ കേട്ടിട്ടുള്ള അരിങ്ങോടരെ അല്ല. ആനയെ മയക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്കച്ചേകവന്. ആളുകൾ പറയുമ്പോൾ അതും ഒരു കീർത്തിയാവട്ടെ എന്ന് വെച്ച് അറിയില്ലെന്ന് പറയാറില്ല. ഈ ഡയലോഗുകൾ പറയുമ്പോൾ വടക്കൻ പാട്ടുകളിലെ ചതിയൻ അരിങ്ങോടർ ഒരു സാധാരണ മനുഷ്യനായി മാറുന്നു. തുടരെയുള്ള വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ക്യാപ്റ്റൻ പിന്നീട് ഉപ്പുകണ്ടം ബ്രദേഴ്സ്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, ഉദയപുരം സുൽത്താൻ തുടങ്ങിയ സിനിമകളിലൂടെ തൻ്റെ സ്നേഹം നിറഞ്ഞ മുഖവും കാട്ടി. 2003-ൽ ക്യാപ്റ്റൻ വീണ്ടും ഒരു പെട്ടിയും കൈ പിടിച്ച് ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. മലയാളി മറക്കാത്തൊരു ഇറക്കം. തൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല എന്ന് സഹദേവനോട് പറയുകയും പിന്നീട് സഹദേവൻ CID മൂസയാകുമ്പോൾ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോലും ബാധ്യതകളുടെ ലിസ്റ്റും നൽകിയ ഡിറ്റക്റ്റീവ് കരംചന്ദ് കുടുംബങ്ങളെ ഒന്നാകെ ചിരിപ്പിച്ചു. നിന്റെ തലയ്ക്ക് മുകളിൽ 100 പേരുടെ ആജ്ഞയുണ്ടാകും, എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. തൻ്റെ അവസാന നാളുകളിൽ മാസ്റ്റർ പീസ്, വലിയ പെരുന്നാൾ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. വില്ലനായി പേടിപ്പിക്കുകയും ചെറിയ വേഷങ്ങളിലൂടെ വന്ന് ചിരിപ്പിക്കുകയും പ്രകടനത്തിലൂടെ അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ആ അതുല്യ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.